ഷെപ്പാപ്പി ഒന്ന് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ചുമ്മാ അങ്ങോട്ട് വറുത്തതല്ല കേട്ടോ, വറുത്ത് കോരി കുഞ്ഞുള്ളി വഴട്ടിയ മസാല വാട്ടിയ വാഴലിൽ വെച്ച് പൊള്ളിച്ചെടുത്ത്. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ നല്ല പിടക്കണ കരിമീൻ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, 2 പീസ് മേടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചു. പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും കുരുമുളകുപൊടിയും ഗരം മസാലയും പാകത്തിന് ഉപ്പും അരമുറി നാരങ്ങയുടെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് ഇളക്കി കുഴച്ച്, പിന്നെ കൈ വെച്ച് കുഴയ്ക്കുവാണെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് കുഴക്കണേ, ഇല്ലെങ്കിൽ നല്ല പുകച്ചിലായിരിക്കും. അങ്ങനെ കുഴച്ചെടുത്ത മസാലയുടെ പകുതി എടുത്ത് നമ്മുടെ മീനിലേക്ക് തട്ടി, ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട്. മസാല മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. പിന്നെ തീരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണേ, ഇല്ലെങ്കിൽ ഉപ്പും മുളകൊന്നും മീനിലേക്ക് പിടിക്കില്ല. പിന്നെ ടേസ്റ്റിൽ നിന്നും പറഞ്ഞ് എന്നെ കുറ്റം പറയരുത്. ഉരുളിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി മസാലയൊക്കെ പിടിച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്ന കരിമീൻ എടുത്ത് ഇതിലേക്ക് നിരത്തി കരിമീൻ ചൂട് ഓയിലുമായിട്ട് സംഗമിക്കുമ്പോഴുള്ള കളകളനാദം, ആഹാ അന്തസ്. 3-4 മിനിറ്റ് ഒരു മീഡിയം ചൂടിൽ വറുത്ത് സസൂക്ഷ്മം മറച്ചിട്ട്, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. ഇനിയിപ്പോൾ മറച്ചിടുമ്പോൾ അടി പിടിച്ച് പൊടിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ നോൺ സ്റ്റിക് പാനിലും വറക്കാം. തിരിച്ചിട്ട് മീഡിയം ചൂടിൽ ഒരു 3-4 മിനിറ്റോടെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതേ ഉരുളിയിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞ ചെറിയുള്ളി ഇട്ട് ഇളക്കി എരിവിനനുസരിച്ച് പച്ചമുളകും കറിവേപ്പിലയും പാകത്തിന് ഉപ്പോടെ ഇട്ട് വഴട്ടി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് പകുതി മാറ്റി വെച്ചിരുന്ന മസാലയില്ലേ, ആ മസാല ഇതിലേക്ക് തട്ടി നന്നായിട്ട് മൂപ്പിച്ച് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്ന വാളംപുളി അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തക്കാളി ഇതിലേക്ക് തട്ടി ഇളക്കി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലോട് ഒഴിച്ച് ഇളക്കി കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി. സ്റ്റൗ കത്തിച്ച് വാഴയില നന്നായിട്ട് വാട്ടിയെടുത്ത് വേവിച്ച് മാറ്റി വെച്ചിരുന്ന മസാലന്ന് ഒരു തവി വാരി വാഴയുടെ നടുക്കോട്ട് വെച്ച് നിരത്തി വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കരിമീൻ ലോറിനെടുത്ത് ഈ മസാലയുടെ മുകളിലേക്ക് വെച്ച് മേളിൽ കുറച്ചുകൂടെ മസാല വാരിയിട്ട് നിരത്തി പൊട്ടിപ്പോകാതെ വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് വാഴത്തണ്ട് കൊണ്ട് നന്നായിട്ട് കെട്ടി മാറ്റി വെക്കാം. തവ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വാഴയിലിൽ പൊതിഞ്ഞു വെച്ചിരുന്ന കരിമീൻ എടുത്ത് ഇതിന്റെ മേളിലേക്ക് വെച്ച് 2 മിനിറ്റ് വീതം തിരിച്ചും മറച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി. കെട്ടൊക്കെ അഴിച്ച് വാഴയില തുറന്ന് ചെറു ചൂടോടെ കുറച്ച് കിള്ളി എടുത്ത് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ പൊന്നു സാറേ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. കിടിലൻ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണേ.